ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട മെയിൻ എക്സാം പരീക്ഷയുടെ പേപ്പർ 2-നകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്തെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് MCQ ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. Globalization and its challenges for managers. Another question: what is one of the primary effects of globalization on business? താഴെ പറയുന്നവയിൽ ബിസിനസ്സിനകത്ത് ഗ്ലോബലൈസേഷന്റെ പ്രൈമറി എഫക്റ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻക്രീസ്ഡ് മത്സരമൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്ത് മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റീസും ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതാണ് പ്രൈമറി എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ കൾച്ചറൽ ചലഞ്ച് മാനേജേഴ്സ് ഫേസ് ഇൻ ഗ്ലോബലൈസ്ഡ് എൻവയോൺമെന്റ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ ആണ് ഗ്ലോബലൈസ്ഡ് എൻവയോൺമെന്റില് കൾച്ചറൽ ചലഞ്ചസ്, സാംസ്കാരികമായിട്ടുള്ള ചലഞ്ചസ് മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന കൾച്ചറൽ ചേഞ്ചസ് എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, അതായത് ഭാഷയുടെയും ആ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമുള്ള തടസ്സങ്ങളാണ് പ്രധാനമായിട്ടും കൾച്ചറൽ ചലഞ്ചിനകത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഗ്ലോബലൈസ്ഡ് എൻവയോൺമെന്റില് മാനേജർ ലെവലിൽ സാംസ്കാരികമായിട്ടുള്ള ചലഞ്ചിനകത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടേം എന്താണ്? അഡാപ്റ്റിംഗ് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ടു ലോക്കൽ മാർക്കറ്റ്സ്, അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് ലോക്കൽ പ്രദേശങ്ങളിൽ പോലും ആഗോള വിഭവങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡാപ്റ്റിംഗ് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ടു ലോക്കൽ മാർക്കറ്റ്സ്. Then political instability in a foreign country can pose what kind of risk to a multinational corporation? അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ഒരു വിദേശ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ടൈപ്പിലുള്ള റിസ്ക് ആയിരിക്കും മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഫേസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? ഓപ്പറേഷണൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. ഇപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും യുദ്ധം സംഭവിച്ചാലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വം ഒക്കെ സംഭവിക്കുവാണെങ്കിൽ ആ ഒരു ടൈമില് ആഗോളവൽക്കരണം മൂലം എന്ത് ചെയ്യും? ഓപ്പറേഷൻ, അതവർക്ക് പ്രവർത്തിക്കാനുള്ളതും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള റിസ്ക് കൂടുതലായിരിക്കും. എന്തായിരിക്കും? ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണോ? അല്ല, ഓപ്പറേഷണൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ആയിരിക്കും ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ കൂടുന്നത് എന്ന കാര്യം നമ്മൾ പഠിച്ചു നോക്കണം. ഓപ്പറേഷണൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. ഇനി അടുത്തത്, എ മാനേജർ എക്സ്പാൻഡിങ് ഓപ്പറേഷൻ ടു അനദർ കൺട്രി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. എ മാനേജർ എക്സ്പാൻഡിങ് ഓപ്പറേഷൻ ടു അനദർ കൺട്രി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മൾ ഇവിടെ ഉള്ള ഒരു മാനേജർ വേറൊരു രാജ്യത്തേക്ക് അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വിചാരിച്ചു. അതാണല്ലോ ഗ്ലോബലൈസേഷൻ. അപ്പൊ ആ ഒരു ടൈമിൽ എന്താണ് ഫേസ് ചെയ്യുന്നത്? ഇപ്പൊ എന്തൊക്കെയായിരിക്കും? ആ ഒരു ദ കൺട്രീസ് കൾച്ചറൽ നോംസ്, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, ലീഗലായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണും, അതുപോലെ തന്നെ എക്കണോമിക് കണ്ടീഷൻസ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കണം എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അവരുടെ കൾച്ചറൽ നോംസ്, ഇപ്പൊ കേരളത്തിലേക്ക് ഒരു ഇത് വരുവാണെങ്കിൽ ആ കേരളത്തിന്റെ കൾച്ചറൽ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെയാണ് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത്, അതുപോലെ തന്നെ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ്. അപ്പൊ അതെല്ലാ കാര്യങ്ങളും ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും. അപ്പൊ അതിനകത്ത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഗ്ലോബലൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുവാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആ ഒരു രാജ്യത്തിന്റെ കൾച്ചറൽ നോംസ്, ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? കൾച്ചറൽ നോംസ്, ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ടിപ്പിക്കലി എ ചലഞ്ച് കോസ്ഡ് ബൈ ഗ്ലോബലൈസേഷൻ? താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചലഞ്ച് അല്ലാത്തത്?
ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ, എത്തിക്കൽ ഡിലീമ ഇൻ ലേബർ പ്രാക്ടീസ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഡൈവേഴ്സിറ്റി. ഇപ്പൊ ഇവിടെ എന്താണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് പ്രത്യേകിച്ചായിട്ടൊരു ചലഞ്ച് വരാത്തത്. പ്രധാനമായിട്ടും എന്താണ്, സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഗ്ലോബലൈസേഷൻ. കാര്യം എല്ലാം കമ്പ്യൂട്ടർ യുഗമൊക്കെ ആയതുകൊണ്ട് ടെക്നോളജിക്കലി കുറച്ചും കൂടെ ബെറ്റർ ആണ്. ബാക്കിയുള്ള ലീഗൽ ആയിട്ടുള്ളതും ലേബർ ഇഷ്യൂസും സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷനും ഒക്കെയാണ് കൂടുതലായിട്ടും അവിടെ കോസ് ആവുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളൊരു ഐഡിയ പരമായിട്ട് ചിന്തിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അതൊന്നും എടുത്തെഴുതാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പൂർവ്വം പഠിക്കുക. പക്ഷെ ഈ ടോപ്പിക് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. വാട്ട് ഈസ് എ കോമൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചലഞ്ച് ഇൻ ഗ്ലോബൽ ഓർഗനൈസേഷൻ? താഴെ പറയുന്നവയിൽ കോമൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചലഞ്ച് ഇൻ ഗ്ലോബൽ ഓർഗനൈസേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാക്ക് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, യൂണിഫോം ടാക്സേഷൻ പോളിസീസ്, റിക്രൂട്ടിംഗ് ആൻഡ് റിട്ടൈനിങ് ഡൈവേഴ്സ് ടാലന്റ്, ഇൻക്രീസിംഗ് ഡൊമസ്റ്റിക് എംപ്ലോയ്മെന്റ്. താഴെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചലഞ്ചിൽ ഗ്ലോബൽ ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് നമ്മുടെ മനുഷ്യവിഭവവുമായി ബന്ധപ്പെട്ട് എന്ത് ചലഞ്ചാണ് നേരിടേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? റിക്രൂട്ടിംഗ് ആൻഡ് റിട്ടൈനിങ് ഡൈവേഴ്സ് ടാലന്റ്. അതായത് പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അവരെ റിക്രൂട്ട് ചെയ്യുന്നതും അവരെ റിട്ടൈൻ ചെയ്യുന്നതുമായിട്ടുള്ള, അതായത് വ്യത്യസ്ത കഴിവുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്നതും റിട്ടൈൻ ചെയ്യുന്നതും ആണ് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ഓർഗനൈസേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ടിംഗ് ആൻഡ് റിട്ടൈനിങ് ആണ്. ഇന്റർനാഷണൽ ട്രേഡ് ഒന്നുമല്ല, ഡൊമസ്റ്റിക് എംപ്ലോയ്മെന്റ് അല്ല, യൂണിഫോം ടാക്സേഷൻ പോളിസി ഒന്നുമല്ല, റിക്രൂട്ടിംഗ് ആൻഡ് റിട്ടൈനിങ് ആണ് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഓരോ തലത്തിലും ഓരോന്നാണ്. അടുത്തത്, വൺ എഫക്റ്റീവ് വേ ടു മാനേജ് കൾച്ചറൽ ഡിഫറൻസ് ഈസ് ടു. നമുക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കാമല്ലോ? വൺ എഫക്റ്റീവ് വേ ടു മാനേജ് കൾച്ചറൽ ഡിഫറൻസ് ഏതാണ്? Ignore local customs and apply home office rules. Conduct cross-cultural training for employees. അതായത് കൾച്ചറൽ ഡിഫറൻസ് മാനേജ് ചെയ്യാനുള്ള എഫക്റ്റീവ് വേ, സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസം മാനേജ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടക്ട് ക്രോസ് കൾച്ചറൽ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്. അതായത് എല്ലാ തരത്തിലുമുള്ള ഒരു മിശ്ര സംസ്കാരത്തിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ട്രെയിനിങ്സ് എംപ്ലോയീസിന് കൊടുക്കുക എന്നിട്ടുള്ള കാര്യമാണ് കൾച്ചറൽ ഡിഫറൻസ് മാനേജ് ചെയ്യാനുള്ള എഫക്റ്റീവ് വേ ആയിട്ട് പറയുന്നത്. കണ്ടക്ട് ക്രോസ് കൾച്ചറൽ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ആണ്. ഓക്കെ, അപ്പം ക്രോസ് കൾച്ചറൽ അതിനെയെല്ലാം ഒന്നിച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന 10 മാർക്കിന്റെ PDF നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടെലഗ്രാമിലായിരിക്കും PDF, പെയ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഇവാലുവേഷൻ ഓഫ് മാനേജ്മെന്റ്, ഒത്തിരി കണ്ടന്റ് ഇവിടെ ഇല്ല, കുറച്ച് മാത്രമാണ് കണ്ടന്റ്സ് വരുന്നത്. ഇതെല്ലാം അതായത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെക്കാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 10 മാർക്സ് പഠിച്ചെടുക്കാം. മറ്റേത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കുന്നത് പോലെ അത്രയും പാടില്ല. ഇതിന്റെ ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ BBA സ്റ്റുഡൻസും MBA സ്റ്റുഡൻസും ഒക്കെ അത്യാവശ്യം പഠിച്ചിരിക്കുന്നത് കൊണ്ട് നോർമൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയൊരു നഷ്ടമായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതാരും പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ഫോർ യു. ബിക്കോസ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചെടുക്കാം എന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെയൊക്കെ നോട്ട്സ് മലയാളത്തിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് PDF ഇതിൻ്റെതെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മാത്രം ആ ഒരു ടോപ്പിക്ക് 10 മാർക്കിന് നമുക്ക് 99 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, 8078962109 എന്ന് പറയുന്ന നമ്പറിൽ. അപ്പൊ അത്യാവശ്യം വേണ്ട MCQ ഇതുപോലെ അതിന്റെ കൂടെ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ PDF മാത്രമാണ് കൊടുക്കുന്നത്. ആ ടെലഗ്രാം ചാനൽ തന്നെ അതുകൂടെ ആഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഏകദേശം ഒരു 100 MCQ കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ഫോർ മാനേജ്. സിമ്പിൾ ആണ്, പക്ഷെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കണം, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ കൂടുതൽ സ്റ്റുഡൻസ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ക്ലാസ് എടുത്തുതരാം. വളരെ സിമ്പിൾ ആണ്, നോക്കാം. ഓരോ കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, ടെക്നോളജിക്കലായിട്ട് എന്തൊക്കെ വരുന്നു, സ്ട്രാറ്റജിക്കായിട്ട്, എത്തിക്കലായിട്ട് എന്തൊക്കെ വരുന്നു, അത്യാവശ്യം വേണ്ടതായിട്ടുള്ള എല്ലാ സോഴ്സസും നമ്മൾ ഇതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. മെയിൻ ചലഞ്ചസ്, കമ്മ്യൂണിക്കേഷൻ, പെർഫോമൻസ് ഇഷ്യൂസ്, കോർപ്പറേറ്റ് കൾച്ചർ, സ്ട്രാറ്റജിക് ഇഷ്യൂ, സ്കിൽസ് മിസ്മാച്ച്. അപ്പൊ അതെല്ലാം കുറേയധികം റെഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളത് മാക്സിമം പഠിക്കുക.
ഇപ്പൊ വീഡിയോസ് ഒക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് തരും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഇനിയും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. എക്സാം ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ നടത്തുമെന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഒക്ടോബറിന് മുമ്പ് എന്തായാലും പരീക്ഷ നടത്താനാണ് ചാൻസ് കൂടുതലുള്ളത്. സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷയൊക്കെ മെയിൻസ് പ്രിലിംസ് പരീക്ഷ ഉള്ളവർ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് മന്ത് ജൂൺ മാസത്തിലുള്ള പരീക്ഷയ്ക്ക് നോക്കിയിരിക്കാതെ നിങ്ങൾ ഉടനെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. കാരണം അത്രയധികം, അതായത് 200 മാർക്കാണ് നമുക്ക് ടോട്ടലി കവർ ചെയ്ത് പോകേണ്ടത്. സോ അതുകൊണ്ട് ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടൈം നിങ്ങൾക്ക് ലാസ്റ്റിൽ കിട്ടത്തില്ല. അത്യാവശ്യം വേണ്ട ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്ത് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.